പേരിന് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ വിഷു? ഞങ്ങളുടെ വിഷു എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് വിഷു ഇങ്ങനെ ആഘോഷിക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോവാണ്. ഷാർജയിലുള്ള അവരുടെ ഫ്ലാറ്റിലാണ് നമ്മൾ വിഷു ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വിഷുക്കണിക്ക് ഇങ്ങനെ കാണുന്നത്. അതവർ നല്ല ഭംഗിയിൽ സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കണിയിടപ്പുള്ള മാൻഡേറ്ററി ഫോട്ടോ സെഷനായിരുന്നു നമ്മളെല്ലാവരും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേൾസ് മാത്രം പിന്നെ ബോയ്സ് മാത്രം അങ്ങനെ പല പല ടൈപ്പിലുള്ള ഫോട്ടോ സെഷൻസൊക്കെ ആയിരുന്നു അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതാണല്ലോ മസ്റ്റ്. നമ്മൾ ഇത്ര നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് നല്ലൊരു ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സങ്കടമാവില്ലേ? അപ്പോൾ അതെന്തായാലും ഫോട്ടോഷൂട്ട് മാൻഡേറ്ററി ആയിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. ആക്ട് ചെയ്യണം. ഞങ്ങളെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 2:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളൊന്നും നോക്കിയില്ല. സദ്യയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ആദ്യം ഈ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇലയൊക്കെ വെച്ച് പിന്നെ കറിയൊക്കെ ഏത് സൈഡിൽ നിന്ന് വിളമ്പണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഡിസ്കഷനായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ സൈഡിലൊക്കെ പോയി നിന്ന് എന്തൊക്കെ കറിയൊക്കെ ഉണ്ടെന്നുള്ള സെറ്റപ്പിലാണ്. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട് നമ്മളത് എല്ലാവരും ഒരുമിച്ച് നിന്ന് എന്താ പറയുക ഇലയൊക്കെ വെച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഓരോരുത്തർ വിളമ്പി പോയാലല്ലേ നമുക്ക് ബാക്കിയിടാൻ. ഒത്തിരി ഉണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ ഇത് നമ്മൾ ഓരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. എന്നാലേ തീരുള്ളൂ, കാരണം അത്ര ഉണ്ടാവുമല്ലോ സദ്യയുടെ ഐറ്റംസ്. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ സെറ്റ് ചെയ്തു. ഇനി എല്ലാവരും ഇരുന്ന് കഴിച്ചാൽ മാത്രം മതി. നമ്മൾ ഒട്ടും ലേറ്റാക്കിയില്ല, കഴിക്കാനിരുന്നു. അങ്ങനെ പപ്പടം പഴം പായസമൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വിഷുവിൻ്റെ പപ്പടം പഴം പായസമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നമ്മുടെ സദ്യ. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഈ ദംഷർ ആർട്സ് എന്ന് പറയുന്നത്. അതെപ്പോഴും ബോയ്സ് ഒരു ടീം ഗേൾസ് ഒരു ടീമാണ്. ഇന്നാണത് വീഡിയോ എടുക്കാൻ പറ്റിയത്. സുരേഷ് ഗോപി പഴയ പോലീസുകാരനായിട്ട് അതിനകത്ത് പഴയ പോലീസുകാരനായിട്ട് മറ്റേ കത്തിയുള്ള പടം കത്തി വെച്ച് കുത്തിക്കൊല്ലുന്ന അവന്റെ മോനുണ്ടായിരുന്നേ. അതല്ലേ ഉള്ളതാ. എനിക്ക് ഞാൻ ഈ പടം ആദ്യം ആലോചിച്ചാ എന്നാ അശ്വാരോട്. അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു വിഷു ഒക്കെ കൂടി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.